കമനീയ കിശോര മുഗ്ധമൂർത്തേः കളവേണുക്കുണിതാദൃദാനനേന്തോः മമ വാചി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂ നയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധം ഓരോരോ അധ്യായങ്ങളിൽ, ഇനിയിപ്പോൾ അടുത്ത അധ്യായം എന്ന് പറഞ്ഞാൽ നടുവായി അല്ലേ? കൃഷ്ണകഥകളുടെ നടുക്കെത്തി നമ്മൾ. എന്നിട്ടോ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? നമുക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? ഈ നടുവെത്തുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം പറ്റുക എന്ന് ചോദിച്ചാല്, മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന പറയാ, നിരോധം അല്ലെ? എല്ലാ വിഷയങ്ങളെയും വിട്ടിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഇങ്ങനെ ആ അവതാര ലീലകള്, ബാലലീലകള് ഇങ്ങനെ വന്ന് 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 വൃന്ദാവന ലീലകളിലൂടെ നമ്മളെ ഇങ്ങനെ അല്ലെ നീന്തി തുടിപ്പിച്ച് 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 കര കയറാറായി. ഇപ്പൊ എന്തായി? കടലിന്റെ നടുക്കടലിലെത്തി. ഇപ്പൊ ആ നടുക്കടലിൽ എത്തിയപ്പോഴാണ് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കാണിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഉദ്ധവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തയ്യാറാവുന്നു. പിതരാ ഉപലബ്ധാർത്ഥൗ വിദിത്വാ പുരുഷോത്തമ മാ ഭൂതിതി നിജാം മായാം തഥാന ജനമോഹിനീം. അല്ല, 46-ാമത്തെ അധ്യായം. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദീതഃസഖാഃ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ. ഉദ്ധവോ ബുദ്ധിസത്തമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ധാവതി ഉദ്ധവ എന്ന് പറയുന്നത്. എന്താണ് ഉദ്ധാവതി എന്ന് പറഞ്ഞാൽ? എന്നും അല്ലെ നിറഞ്ഞ് ഒഴുകുന്നവൻ എന്നാണ്. കാരുണ്യത്തിന്റെ, ആനന്ദത്തിന്റെ ആ നിറകുംഭം കവിഞ്ഞൊഴുന്നവൻ. അതാണ് ഉത്സവം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മുകളിലോട്ട് പൊന്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആനന്ദമാണ് ഉത്സവം ശരിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് ഉദ്ധവൻ. ഉദ്ധുനോതീതി ഉദ്ധവ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിസത്തമനായിട്ടുള്ള ഉദ്ധവൻ ആരാണ് ശരിക്ക്? വൃഷ്ണിവംശത്തിലെ ഏറ്റവും മുഖ്യനായിട്ടുള്ള, അതുപോലെ തന്നെയോ ഭഗവാന്റെ ഉറ്റ സുഹൃത്ത്. സുഹൃത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എന്താണ്? അച്ഛന്റെ അല്ലെ, കൊച്ചച്ഛന്റെ മകൻ എന്ന് വേണേ പറയാം. വസുദേവരുടെ ഒരു സഹോദരനായിട്ടുള്ള ദേവഭാഗന്റെ പുത്രനാണ് ഈ ഉദ്ധവൻ എന്ന് പറയുന്ന ആള്. ഉദ്ധവന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ദേവശ്രവസ് എന്നൊരു പേരുണ്ട് ഉദ്ധവന്. അപ്പം ആ ഉദ്ധവോ ദേവഭാഗസ്യ മഹാഭാഗസ്സുതോഭവൽ പണ്ഡിതാനാം പരംപ്രാഹുർ ദേവശ്രവസമുത്തമം. അപ്പം അത്ര കണ്ട് ബുദ്ധിമാനായിട്ടുള്ള ആ ഉദ്ധവൻ യാദവ പ്രവരൻ തന്നെയായിരുന്നു എന്ന് പറയാണ്. ഒരു ദിവസം
ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ഈ അല്ലെ കൊച്ചച്ഛൻ്റെ മകൻ എന്ന് പറയുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ, അല്ലെ നമുക്കൊക്കെ അങ്ങനെയല്ലേ, അച്ഛൻ്റെ അനിയൻ്റെ മക്കള് അല്ലെ, അവരൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു സൗഹൃദം ഉണ്ടാവും. അതുകൊണ്ട് തൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ട്, അല്ലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ, എന്ന് ചോദിച്ച പോലെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഭഗവാൻ ഉദ്ധവനാണ്. ഉദ്ധവനെ വിളിച്ച് അവിടെ ഭക്തമേകാന്തിനം കുചിൽ, ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നു. എന്നിട്ടോ ഗൃഹീത്വാ പാണിനാപാണി, നമുക്ക് സ്നേഹമുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അടുത്തേക്ക് വരും അല്ലെ, ആ കൈയിങ് മേടിക്കും. കൈയിങ് മേടിച്ചിട്ട് എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പോലെ ഭഗവാൻ എന്ത് ചെയ്തു? ആ കൂട്ടുകാരനായിട്ടുള്ള ഉദ്ധവന്റെ കൈകൾ തൻ്റെ കൈകളിലേക്ക് എടുത്തു വെച്ചിട്ട്, ഉദ്ധവ, എനിക്ക് കുറച്ച് കാര്യം ഉദ്ധവനോട് പറയാനുണ്ട്, അത് അവിടുന്ന് കേൾക്കണം എന്നുള്ള രീതിയിൽ അവിടുന്ന് ഭഗവാൻ ആ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്. ഉദ്ധവന്റെ മഹത്വങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഉദ്ധവൻ? ശരിക്കും ഭഗവാന്റെ മന്ത്രിയാണ് ഉദ്ധവൻ. ഭഗവാന്റെ മന്ത്രി ആകണമെങ്കിൽ എന്തൊക്കെ കേമത്തം വേണം അല്ലേ? ശരിക്കും ഒരു മന്ത്രി ആണെങ്കിൽ എന്തൊക്കെ 5 അംഗങ്ങളുണ്ടെന്നാ പറയാ. കർമ്മണാരംഭോപായ പുരുഷദ്രവ്യ സമ്പത്ത് ദേശകാല വിഭാഗ വിനിപാത പ്രതീകാര കാര്യസിദ്ധിരിതി പഞ്ചാംഗോ മന്ത്ര. 5 മന്ത്രഭാഗങ്ങളെ കുറിച്ചുള്ള ധാരണ ഒരു മന്ത്രിക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ മന്ത്രിമാരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് അല്ലെ. ഈ കാര്യസിദ്ധി ആദ്യം പറയുന്നത് എന്താണ്? കർമ്മണാരംഭോപായ, അതായത് എങ്ങനെ ആരംഭിക്കണം എന്നുള്ളൊരു വിവേകം ഉണ്ടാവണം. അത് നിശേഷമുണ്ടോ എന്ന് സംശയം അല്ലെ. അപ്പം വ്യക്തമായിട്ട് എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള നല്ലൊരു പഠനം, ഒരു വിവേക ബുദ്ധിയോടുകൂടി അത് ചെയ്യാൻ ആരംഭിക്കണം എന്നുള്ളത് ആദ്യത്തെ. പിന്നെ ജനങ്ങളെ സ്വാധീനിക്കുക, ആ ജനങ്ങളിൽ നിന്ന് വേണ്ടതായിട്ടുള്ള സാമഗ്രികൾ, അതിന് വേണ്ടതായിട്ടുള്ള ആ എന്താണ് ലഭ്യത നടത്തിക്കൂട്ടുക. 2. മൂന്നാമത് എന്താണ്? പുരുഷദ്രവ്യ സമ്പത്ത് ദേശകാല വിഭാഗ. ഇത് എവിടെ വെച്ച് നടത്തണം, ഏത് സമയത്ത് നടത്തണം, ഇതിനെക്കുറിച്ചുള്ള അറിവ്. വിനിപാത പ്രതീകാര. പിന്നെ പറയുന്നത് എന്താണ്? എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്താണ് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള, അത് നിർദ്ദേശിക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യത മന്ത്രിക്ക് ഉണ്ടായിരിക്കണം. കാര്യസിദ്ധി രീതി പഞ്ചാംഗോ. പിന്നെ എല്ലാ കാര്യവും വേണ്ട പോലെ നടത്തുവാനുള്ള കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കണം മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഉദ്ധവനെ വിളിച്ച് ഏകാന്തത്തിലിരുത്തിക്കൊണ്ട് ഭഗവാൻ ഉദ്ധവനോടായിട്ട് പറഞ്ഞു, ഗച്ഛോദ്ധവ വ്രജം സൗമ്യ പിത്രോർണൗ പ്രീതിമാവഹ ഗോപീനാം മദ്വിയോഗാധിം മത്സന്ദേശൈർവിമോചയ. ഗച്ഛോദ്ധവ, ഹേ ഉദ്ധവ, അങ്ങ് വേഗം എൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് പോകണം. ഞാൻ കുറേ കാലമായിട്ട് യശോദാനന്ദന്മാരായിട്ടുള്ള എൻ്റെ അച്ഛനമ്മമാരെ വിട്ടു പോകുന്നതാണ്. അവരിപ്പോ എന്നെ കാണാണ്ട് അവിടെ വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഉദ്ധവൻ ആരാണ്? ശരിക്കും ഉദ്ധവൻ സൗമ്യനാണ്, എനിക്കറിയാം. ജ്ഞാനികളായിട്ടുള്ള അല്ലെ, സൗമ്യ എന്നുള്ളൊരു വിശേഷം തന്നെ അവിടെ അതാണ്. അപ്പൊ ഉദ്ധവൻ വിചാരിച്ചാല് അവരുടെ ആ ദുഃഖത്തെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. അത് മാത്രമാണോ? അല്ല. ഗോപീനാം മദ്വിയോഗാധിം, എൻ്റെ വിയോഗം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതായിട്ടുള്ള ഗോപികമാര്, അവർക്ക് ഞാൻ തരുന്നതായിട്ടുള്ള ഈ സന്ദേശത്തെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഉദ്ധവന് ഈ ഗോപികമാർ ആരാണെന്ന് ഉദ്ധവൻ അറിയില്ല ശരിക്കും. അവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, താ തന്മനസ്താ മൽപ്രാണാമദർത്ഥേ ത്യക്തദൈഹികാഃ യേ ത്യക്തലോകധർമാശ്ച മദർത്ഥേ താൻ ബിഭർമ്യഹം. ഉദ്ധവ, എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച്
മൽപ്രാണ, അവര് ഉദ്ധവ എനിക്ക് വേണ്ടിയിട്ട് പ്രാണൻ പോലും അവര് ഇന്ന് അവരുടെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ എന്താണ് ശരിക്ക് അവര് എന്താണ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വരവിനെ കാത്തുകൊണ്ട് എല്ലാ ലൗകിക സുഖങ്ങളെയും വിട്ട് അവരുടെ പ്രാണൻ പോലും അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലും ചെയ്യുന്നത് പോലും അവരിന്ന് ദുഃഖിച്ചുകൊണ്ടാണ് ശരിക്ക്. അഗ്നിയിൽ കനൽക്കട്ടയിട്ട് പഴുപ്പിച്ച ആ കനൽക്കട്ട കൊണ്ട് കുത്തി ഇറക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ശ്വാസോച്ഛ്വാസം പോലോടെ അങ്ങനെ കഴിയുന്നതായിട്ടുള്ള ആ ഗോപികമാര് ത്യക്തദൈഹികാഹ, ആ ദൈഹികമായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും ലൗകികതയും ഒക്കെ വിട്ട് ലോകധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവര് എനിക്ക് വേണ്ടിയിട്ട് ആ ലൗകിക സുഖങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് എന്നെ പ്രാണൻ എന്ന് കരുതിക്കൊണ്ട് കഴിയുന്നവരാണ് ഉദ്ധവ. അതുകൊണ്ട് അവര് മൈതാപ്രേയസാം പ്രേഷ്ഠേ ദൂരസ്ഥേ ഗോകുല സ്ത്രീയ സ്മരന്ത്യോംഗ വിമുഹ്യന്തി വീരഹ ഉത്കണ്ഠ്യ വിഹ്വലാ. അതുകൊണ്ട് ഈ ദൂരെ ഇരിക്കുന്ന എന്നെ ഓർത്തുകൊണ്ട് നാളെ എന്നാ വരുന്നത് കൃഷ്ണൻ വരാൻ വേണ്ടിയിട്ട് എന്നും അവര് തൈരെടുത്ത് വെക്കും, വെണ്ണയെടുത്ത് വെക്കും, ധൂപദീപാലങ്കാരങ്ങളെ കൊണ്ട് പൂജ കഴിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് അവര് ഓരോ പൂജാമുറിയിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് കണ്ണൻ വരുമ്പം ഒന്നിനും ഒരു കുറവ് വരരുത് എന്നുള്ള രീതിയിൽ അവരെല്ലാ ലൗകിക സുഖങ്ങളോ ലൗകിക ജീവിതത്തെയോ അവർ കാണുന്നില്ല. അവരുടെ ഉള്ളിലുള്ള കണ്ണൻ മാത്രം എന്നുള്ള രീതിയിൽ ദൂരെ ഇരിക്കുന്ന എന്നെ കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഹേ പ്രിയപ്പെട്ടവനെ, അങ്ങനെ കഴിയുന്ന ആ ഗോപികമാർക്ക് ഞാൻ തരുന്നതായിട്ടുള്ള സന്ദേശങ്ങളെ അവിടുന്ന് പറയണം അവിടെ ചെന്ന്. ധാരയന്ത്യതികൃച്ഛേണ പ്രായ പ്രാണാൻ കഥഞ്ജന പ്രത്യാഗമന സന്ദേശീർവല്ലവ്യോ മേ മദാത്മികാഹ. മദാത്മികാഹ എന്ന് പറഞ്ഞാലോ തൻ്റെ ഉള്ളിൽ ആ ആത്മനിവേദനം എന്ന് പറയല് എന്നിൽ തന്നെ ആത്മാർപ്പണം ചെയ്തതായിട്ടുള്ള ആ വല്ലവിമാര്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ ഗോപികമാര്, അപ്പം എല്ലാം ഉപേക്ഷിച്ച് എന്നോട് ചേർന്നിരിക്കുമ്പോൾ അവരെ ഭരിക്കാനുള്ള ചുമതല എനിക്കും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഏതിനേക്കാളും പ്രിയങ്കരനായിട്ടുള്ള ഞാനിങ്ങനെ ദൂരെ ഇരിക്കുമ്പം അവര് എന്താണ് പ്രത്യാഗമന സന്ദേശീർവല്ലവ്യോ മേ മദാത്മിക. ഞാനന്ന് രഥത്തിൽ കയറി അങ്ങോട്ട് പോരുമ്പോൾ അവിടുന്ന് ആ അക്രൂരന്റെ രഥത്തിൽ കയറി ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരു ദൂതൻ ഓടി വന്ന് പറഞ്ഞു. ദൂതൻ വന്നപ്പോ ദൂതനോട് ഞാൻ പറഞ്ഞു ആയാസ്യേ, ഞാൻ വേഗം വരും, അവരോടൊന്ന് പറഞ്ഞേക്കണേ എന്നുള്ള രീതിയിൽ ആ ദൂതനിൽ നിന്ന് പ്രത്യാഗമന സന്ദേശം കിട്ടിയത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അവരവിടെ ജീവിച്ചിരിക്കുന്നത്. അവർക്ക് ജീവിച്ചിരിക്കാൻ പോലും സാധിക്കില്ല ഞാനില്ലാതെ. അപ്പം എന്താണ് തങ്ങള് ഇനി കണ്ണൻ വരുമല്ലോ എന്നുള്ള ആ ഉറച്ച ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന ഗോപികമാര്, അങ്ങനെയുള്ള ഗോപികമാരുടെ അടുത്ത് ഹേ ഉദ്ധവ ഞാൻ തരുന്നതായിട്ടുള്ള സന്ദേശം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണം, അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കണം. ഉദ്ധവൻ ബൃഹസ്പതിയുടെ ശിഷ്യനാണെങ്കിൽ പോലും എത്ര ഇതായിക്കോട്ടെ ആ യശോദാനന്ദന്മാരെ പോയി നമസ്കരിക്കൂ, അനുഗ്രഹം കിട്ടും ഉദ്ധവ. ജീവിതത്തിൽ ഒരു വലിയൊരു ഉയർച്ച ഉദ്ധവൻ ഉണ്ടാവും. അങ്ങനെ ആ ഉദ്ധവൻ അതിബുദ്ധിമാനും ബൃഹസ്പതിയിൽ നിന്ന് സകല ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചവനാണെങ്കിൽ പോലും അതുപോലെ തന്നെ എന്താണ് മന്ത്രശക്തിയുള്ളവനാണ്, മഹായോഗ്യനാണ് ഉദ്ധവൻ. അത് തന്നെയാണോ ഭഗവാൻ തന്നെ ഭക്തന്മാരുടെ അല്ലെ തിലകമായിക്കൊണ്ട് നിഷ്കളങ്ക ഭക്തി എന്തെന്നുള്ളത് അതുവരെ ഉദ്ധവൻ ഇതാണ്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി എന്താണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ ആ പ്രേയസികളായിട്ടുള്ള ഗോപികമാരുടെ അടുത്തേക്ക് അവിടുന്ന് ഉദ്ധവനെ പറഞ്ഞു വിടുന്നു. അപ്പൊ ഭക്തി വിഷയത്തിൽ നാരദ മഹർഷി പോലും നാരദ ഭക്തി സൂത്രത്തില് പറയുന്നുണ്ട് ആ ഗോപികമാരുടെ ഭക്തിയാണ് ഭക്തി എന്നുള്ളത്. അതുകൊണ്ട്
ഫലത്തിൽ എന്താണ്? ഈ ഗോപികമാരാണ് ഉദ്ധവന്റെ ഗുരുനാഥന്മാർ. ആ ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് ഭഗവാൻ പറഞ്ഞു വിടുകയാണ് ശരിക്കും. ശ്രീ ശൂബ്രഹ്മർഷി അവിടെ പറയുന്നു, അങ്ങനെ തൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നുവിട്ടതായിട്ടുള്ള സന്ദേശം ഉദ്ധവൻ എന്ത് ചെയ്തു? ആദരവോടെ ആദായ രഥമാരുഹ്യ പ്രയയൗ നന്ദഗോകുലം. ആദരവോടെ അത് സ്വീകരിച്ച് രഥത്തിലൂടെ ആ നന്ദഗോകുലത്തിലേക്ക് യാത്രയായി ഉദ്ധവൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ പ്രാപ്തോ നന്ദവ്രജം ശ്രീമാൻ നിമ്ലോചതി വിഭാവസൗ ധന്യയാന പ്രവിശതാം പശൂനാം ഘുരരേണുഭി. രാവിലെ പുറപ്പെട്ടതാണ് ഉദ്ധവൻ. പലതും ഭഗവാന്റെ ആ ഗോപികമാരെ കുറിച്ച് ഭഗവാൻ പറഞ്ഞത് ഓർത്തതായിട്ടുള്ള ആ അവരെ കണ്ടിട്ടില്ല ഉദ്ധവൻ ശരിക്ക്. പക്ഷെ ഗോപികമാരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രേമഭാവത്തെ കുറിച്ച് ഓർത്ത് ദാ നന്ദവ്രജത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ എന്തായി? ആ നിമ്ലോചതി വിഭാവസൂചന്നയാന പ്രവിശതാം പശൂനാം ഖുരരേണുഭി. ആദിത്യൻ വിഭാവസൗ, ആദിത്യൻ ദാ ആയപ്പോഴേക്കുമാണ് ആ നന്ദവ്രജത്തിലേക്ക് എത്തിയത്. അപ്പൊ നന്ദവനത്തിലേക്ക് എത്തിയപ്പോ അവിടുത്തെ ആ ഒരു രംഗം അവിടെ പറയുന്നുണ്ട്. ഖുരരേണുഭി. പശുക്കുട്ടികളൊക്കെ എല്ലാവരും തീറ്റയൊക്കെ കഴിഞ്ഞ് തൻ്റെ ആ ഭവനത്തിലേക്ക് ഓടി കയറാൻ വേണ്ടി തയ്യാറാവുന്നതോടെ അങ്ങനെ മടങ്ങി വരുന്നതായിട്ടുള്ള പശുക്കുട്ടികളെയും ആ പശുക്കുട്ടികളുടെയും പശുക്കളുടെയും ഒക്കെ കുളമ്പടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ മൺപൊടികളൊക്കെ കൊണ്ട് എങ്ങനെയാണോ പണ്ട് അക്രൂരൻ അവിടെ രഥത്തിൽ വന്നപ്പം ആ രഥത്തെ മുഴുവൻ മണ്ണുകൊണ്ട് മൂടി എന്നാ പറയാ. ആ സ്വർണ്ണരഥം മുഴുവൻ മണ്ണുകൊണ്ട് മൂടി. അതേപോലെ തന്നെ ഇവിടെ ദാ ആ ഉദ്ധവന്റെ രഥം മുഴുവൻ ദാ ആ മൺപൊടികളെ കൊണ്ട് അത് അവിടെ മൂടിയിരിക്കുന്നു. പിന്നെയോ വാസിതാർത്ഥോഭിയുദ്ധ്യർനാദിതം സുഷ്മിഭിർവൃഷൈഹി ധാവന്തീഭിശ്ച വാസ്രോഭിരൂധോ ഭാരേ സ്വവത്സകാൻ. പിന്നെ അവിടുത്തെ രംഗം പറയുകയാണ് ഉദ്ധവൻ. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഗർഭധാരണത്തിന് തയ്യാറായിട്ടുള്ള പശുക്കുട്ടികളെ കണ്ടുകൊണ്ട് കാളക്കൂറ്റന്മാര് പരസ്പരം അവര് ആ പശുക്കൾക്ക് വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്ന രംഗങ്ങള്, യോഗ്യകളായിട്ടുള്ള ആ പശുക്കൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഇപ്പൊ ചെറിയ കാളക്കൂറ്റന്മാരൊക്കെ എന്താണ് മുക്കുറയിടുന്ന ശബ്ദം, അത് കർണകഠോരമാണെന്ന് പറയാണ്. അപ്പം ഈ ഒരു സന്ധ്യാസമയമായപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബഹളമയം അവിടെ ആ തിരക്കിനിടയിൽ. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ധാവന്തീഭിശ്ചവാസ്രോഭിരൂധോ ഭാരി സ്വവത്സകാൻ. എന്തായി? പൈക്കുട്ടികളൊക്കെ അവര് കൂട്ടിൽ നിൽക്കുകയാണ് അല്ലെ. തള്ളപ്പശുക്കള് ആഹാരമൊക്കെ ആയിട്ട് വരുന്നത് കണ്ട് ആ തള്ളപ്പശുക്കളെ കണ്ടപ്പോൾ ഈ പൈക്കുട്ടികളൊക്കെ എന്താണ് ഓടി അമ്മയുടെ അടുത്തേക്ക് ആ പാല് കുടിക്കാൻ വേണ്ടി ഓടി വരുന്ന ആ പൈക്കുട്ടികളെ കാണാൻ സാധിക്കുന്നു. അതുപോലെയോ പ്രസവിച്ച് അധികമാകാത്തതായിട്ടുള്ള പശുക്കളൊക്കെ ആ അവരുടെ അകിടിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ സ്വന്തം പൈക്കുട്ടികൾക്ക് നേർക്ക് ഓടിയെത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള പാല് കൊടുക്കുന്ന രംഗം. പിന്നെയോ അവിടെ പലതരത്തിലുള്ള ആ എന്താണ് വെളുത്ത നിറത്തിലുള്ള പശുക്കുട്ടികളെയും കാളക്കുട്ടികളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നതായിട്ടുള്ള രംഗം. ആ പൈക്കറവിന്റെ കോലാഹലം, ആ പശുക്കളെ കറക്കുന്നതിന്റെ കോലാഹലം, ഇതെല്ലാം ആ ഉദ്ധവൻ ആ നന്ദവ്രജത്തെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അവിടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പോഴോ ഗായന്തീഭിശ്ച കർമാണി ശുഭാനി ബാലകൃഷ്ണയോഹോ സ്വലം കൃതാഭിഗോപീഭിർഗോപൈശ്ച സുവിരാജിതം അഗ്നിർക്കാതിഥി ഗോവിപ്രപിതൃദേവാർച്ചന അന്വിതൈഃ ധൂപദീപൈശ്ച മാലൈശ്ച ഗോപാവാസീർമനോരമം സർവതഃ പുഷ്പിതവനം ദ്വിജാളികുലനാദിതം ഹംസകാരണ്ഡവാകീർണൈ പത്മഖണ്ഡൈശ്ച മണ്ഡിതം. അവിടെ ആ ഗോപികമാരെ അവിടുന്ന് കാണുന്നു. അവരെങ്ങനെയാണ്? അവര് പലതരത്തിലുള്ള ആ രാമകൃഷ്ണന്മാരുടെ
ലീലകളെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ മംഗള ചരിത്രങ്ങളൊക്കെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഗ്നി അർക്കാതിഥി ഗോവിപ്രപിതൃ ദേവാർച്ചനന്വിതൈഹി, അവർ രാവിലെ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ എന്നും ചെയ്യേണ്ടതായിട്ടുള്ള അഗ്നി അർക്ക അതിഥി ഗോവിപ്ര, അവിടെ അഗ്നികള്, അതുപോലെ തന്നെ അസ്തമിക്കാറായിട്ടുള്ള ആ ആദിത്യൻ, അവിടെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ആദിത്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അഗ്നി അർക്കാതിഥി സൽക്കാര ഗോവിപ്ര പിതൃദേവാർച്ചന അന്വിതൈ, അഗ്നികള്, അസ്തമിക്കാറായിട്ടുള്ള ആദിത്യൻ, അതിഥികള്, പശുക്കള്, ബ്രാഹ്മണര്, പിതൃക്കള്, ദേവന്മാര്, ഇവരെയൊക്കെ അവര് നിത്യം രാവിലെയും വൈകുന്നേരവും അവിടെ പൂജ ചെയ്യുന്നു. അവിടെ അഗ്നിയെ അവര് പൂജ ചെയ്യുന്നു. അതുപോലെ തന്നെ ധൂപദീപങ്ങളെ കൊണ്ട്, പുഷ്പമാല്യങ്ങളെ കൊണ്ടൊക്കെ മനസ്സിനെ ആകർഷിക്കുന്ന വിധം അവര് വേണ്ട പോലെ അവിടെ പൂജ ചെയ്യുന്നു. അത് തന്നെയാണോ അവിടെ സർവത പുഷ്പിതവനം, അതാ ആ ഉദ്യാനങ്ങളിൽ മുഴുവൻ നിറച്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. ആ പൂക്കളിലൊക്കെ വണ്ട് എന്താണ് ഈ തേൻ വരുവാൻ വേണ്ടിയിട്ടുള്ള ആ വണ്ടുകളുടെ ആ ഹരിഹരി ശബ്ദം അവിടെ കേൾക്കാൻ സാധിക്കുന്നു, മുരളുന്നു. അവിടെ ഹംസകാരന്റെ വാഗ്ന ഹംസങ്ങള്, ചകോരപക്ഷികള്, ഇവരുടെ ആ കീർത്തനങ്ങള്, ഇപ്പൊ ഇതെല്ലാം എന്താണ് ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം ഈ വ്രജത്തിലേക്ക് എത്തിയപ്പം ഈ ഗോപികമാര് പാടുന്നത് കേട്ടിട്ടാണോ ഇനി ഈ വണ്ടുകൾ ഹരിഹരി ശബ്ദം അവിടെ മുഴക്കുന്നത്, ഈ ഹംസങ്ങള് അല്ലെ കീർത്തനങ്ങൾ പാടുന്നത്? അതെല്ലാം പക്ഷികള് കൂവുന്നു, വണ്ടുകൾ മുരളുന്നു. പിന്നെയോ അത് തന്നെയല്ല, പത്മഷണ്ടീശ്ചമണ്ഡിതം, ഇത്രയും നേരവും വിടർന്നിരുന്നതായിട്ടുള്ള ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണൻ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഇരിപ്പിടമായിക്കൊണ്ട് വിടർന്നിരുന്നതായിട്ടുള്ള താമരകളൊക്കെ എന്ത് ചെയ്തു? കണ്ണാ, ഇനി എന്നാ എനിക്ക് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞ് കാണാതെ അവർ സങ്കടം കൊണ്ട് ആ അസ്തമിച്ചപ്പോഴത്തേക്കും എന്താണ് പത്മങ്ങളൊക്കെ താമരകളൊക്കെ കൂമ്പി തുടങ്ങി എന്ന് പറയാണ്. അങ്ങനെ താമരപ്പൊയ്കള്, അരയന്നങ്ങള്, കുളക്കോഴികള്, ഇങ്ങനെ ധാരാളം പ്രകാരമുള്ള ഗോകുലത്തിലേക്കാണ് ഉദ്ധവൻ അവിടെ എത്തിച്ചേർന്നതെന്ന് പറയാണ്. ഉദ്ധവൻ ആദ്യം കാണുന്നത് എന്താണ്? ശരിക്ക് ഈ മൃഗങ്ങളുടെ ചേഷ്ടകളാണ്. പിന്നെ ഗോപന്മാരോ അവരാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിനോദം എന്ന് പറഞ്ഞാൽ വേണുഗാനമാണ്. ആ ഗോപന്മാരുടെ വേണുഗാനം കേൾക്കുന്നു. ഗോപന്മാരും ഗോപികമാരും രാമകൃഷ്ണന്മാരുടെ ചരിത്രം ഇങ്ങനെ ഗാനം ചെയ്യുന്നത് ആ സന്ധ്യാസമയത്ത് സന്ധ്യാനാമമായിക്കൊണ്ട് ഉദ്ധവനത് ആസ്വദിക്കാൻ സാധിക്കുന്നു അവിടെ. അപ്പൊ ശരിക്ക് അവര് ദേവന്മാരാണല്ലോ അല്ലേ? ആ അഗ്നിപൂജ എന്ന് പറയുന്നത് എന്താണ്? ശരിയാ, അഗ്നിഹോത്രം ഇതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ആദിത്യനെ പൂജിക്കുക, സന്ധ്യാവന്തനം ചെയ്യുക, പൊയ്കകളിലൊക്കെ താമരകള് അവിടെ ഒക്കെ വർണ്ണിക്കുക, ഇതെല്ലാം എന്താണ്? ആ താമരകളൊക്കെ അസ്തമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും താമരകളൊക്കെ കൂമ്പി തുടങ്ങി അവിടെ. ഇങ്ങനെ ആ രാത്രി മുഴുവൻ ഉദ്ധവൻ അവിടെ കഴിഞ്ഞു. പിറ്റേനാൾ പ്രഭാതത്തില് മാത്രമേ ശരിക്ക് അവിടുത്തെ ഗോകുലവാസികളൊക്കെ ഈ ഇങ്ങനെ ഭഗവാന്റെ ഒരു മന്ത്രി അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പോലും ഗോപന്മാരോ ഗോപികമാരോ ആരും അറിഞ്ഞിട്ടില്ല അവിടെ. അങ്ങനെ തമാഗതം സമാഗമ്യ കൃഷ്ണസ്യാനുചരം പ്രിയം നന്ദപ്രീത പരിഷ്വജ്യ വാസുദേവാധിയാക്ഷയേ. ഈ വിവരം അറിഞ്ഞതോടുകൂടി നന്ദഗോപൻ എന്ത് ചെയ്തു? തന്റെ കണ്ണനാണോ വന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കിയപ്പോഴത്തേക്കും, കാരണം എന്താണ്? ഉദ്ധവൻ ഭഗവാന്റെ നിർമാല്യ വസ്തുക്കളാണ് ഭഗവാൻ അണിയാറ്. അപ്പം ഇനി കണ്ണൻ എത്തിയോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി ഓടി വന്നു. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഭഗവാനല്ല, പിന്നെന്താണ്? ഭഗവാന്റെ അനുചരനായിട്ടുള്ള ആ ഉദ്ധവനാണ് വന്നത്. അതിലൊട്ടും സംശയം തോന്നിയില്ല. കാരണം എന്താണ്? തനിക്ക് ആദ്യം കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വാസുദേവധിയാർച്ചയൽ അവിടെ എടുത്തു പറയുന്നു, ഞങ്ങളെയല്ല, തൻ്റെ അല്ല ഈ കണ്ണൻ, അത് തന്നെയാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ വസുദേവന്റെ പുത്രനായിട്ടുള്ള കണ്ണനെ എങ്ങനെയാണോ അവിടുന്ന് സ്വീകരിക്കുന്നത്, അതേപോലെ ആ ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ആ ഉദ്ധവനെ പ്രീതിപൂർവം ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങനെ ആ വാസുദേവാധി അർച്ചയ എന്ന് പറയാൻ തന്നെ കാരണം അവിടെ ശരിക്കും നന്ദഗോപർ അറിഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ പുത്രനല്ല ഇത് വസുദേവരുടെ പുത്രനാണ് കണ്ണൻ. അതാണ് ഞങ്ങളെ വിട്ടിപ്പോ പോയത്
അല്ലെ? അച്ഛനമ്മമാരെ, സ്വന്തം അച്ഛനമ്മമാരെ കണ്ടപ്പം ഈ വളർത്തച്ഛനെയും വളർത്തമ്മയെയും ഒക്കെ ഇനി എങ്ങനെയാ ഇനി എപ്പോഴാ ഇനി കാണാൻ സാധിക്കുക? ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാസുദേവനായിക്കൊണ്ട് തന്നെ ആ ഉദ്ധവനെ അവിടുന്ന് പൂജിച്ചു എന്ന് പറയാണ്. എന്നിട്ടോ വിഭവസമർത്ഥമായിട്ടുള്ള ഭക്ഷണമൊക്കെ നൽകി സുഖമായിട്ട് കശിപവും സുഖം, നല്ല ഒരു കട്ടിലും മെത്തയൊക്കെ ഇട്ട് അവിടെ ഉദ്ധവനെ വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തി. അവിടെ എന്നിട്ടോ പാദ സംവാഹനാദിഭി, അല്ലെ? കണ്ണൻ വന്നു കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെ ചെയ്യുക? കൃഷ്ണൻ അപ്പം അതുപോലെ തന്നെ ആ കാല് തടവി കൊടുക്കുക മുതലായ ഉപചാരങ്ങളെയൊക്കെ ആ യാത്രാക്ഷീണമൊക്കെ തീർത്തു. എന്നിട്ട് പറഞ്ഞു, കച്ചിതംഗ മഹാഭാഗ സഖാന ശൂരനന്ദന അസ്തേ കുശല്യപാത്യാദ്യേ മുക്തസുഹൃവൃത. അങ്ങനെ വിശ്രമിക്കുന്നതായിട്ടുള്ള ആ ഉദ്ധവനോട് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അല്ലയോ ഹേ പ്രിയപ്പെട്ടവനെ, അങ്കാന്ന് വിളിക്കുന്നത് എപ്പോഴും സന്തോഷം കൂടുമ്പോഴാണ്. അപ്പം നമ്മുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ വസുദേവര് ഇപ്പം കംസന്റെ അല്ലെ മരണത്തോടുകൂടി ആ ബന്ധനത്തിൽ നിന്നൊക്കെ മുക്തനായി അങ്ങനെ ആ പുത്രന്മാരോടുകൂടി ബന്ധുജനങ്ങളോടുകൂടിയൊക്കെ സുഖമായിട്ട് കഴിയുന്നു അല്ലേ? അപ്പോഴുകൊണ്ട് ഉള്ളിൽ അല്ലെ അച്ഛന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് കണ്ണന് ഞങ്ങളെയൊക്കെ മറന്നു എന്നുള്ള ഒരു ഉള്ളിലൊരു തേങ്ങല്. അപ്പം വസുദേവര് കണ്ണന്റെ കൂടെയൊക്കെ സുഖമായിട്ട് കഴിയുകയാണ് അല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ചോദിച്ചു. ദൃഷ്ട്യാ കംസോ ഹതപാപസാനുഗ്രസ്വേന പാപ്മന സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയ സദാ അഭിസ്മരിന കൃഷ്ണോ മാതരം സുഹൃതസ്തഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം അപ്യായാസ്യതി ആയാസ്യതി ഗോവിന്ദ സ്വജനാൻ സഹൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേ ക്ഷണം. പിന്നെ അവിടുത്തെ പറഞ്ഞു, ഹേ ഉദ്ധവ, കണ്ണൻ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ അവിടുന്ന്? ഈ നന്ദവ്രജത്തെക്കുറിച്ചോ ഗോപന്മാരെ കുറിച്ചോ ഗോപികമാരെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ച് കണ്ണൻ പറയാറുണ്ടോ എന്ന് ഉദ്ധവനോട് ചോദിച്ചപ്പോ, സത്യത്തില് എന്താണ് ഈ ഇത്രയും കാലം അല്ലെ തങ്ങള് വളർത്തച്ഛനാണെന്ന് അറിയാതെ അല്ലെങ്കിൽ യഥാർത്ഥ അച്ഛനമ്മമാരെ മനസ്സിലാക്കിയപ്പോഴേക്കും കണ്ണൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയതാണോ? ഇനി അവിടെ കംസനെ കൊന്നതായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മളുടെ ഒക്കെ സംരക്ഷണത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ യശോദ, മറ്റു ബന്ധുക്കള്, സ്നേഹിതര്, ഗോപന്മാര്, ഗോപികള്, ഗോകുലം, അതുപോലെ ഗോക്കള്, വൃന്ദാവനം, ആ ഗോവർദ്ധന പർവ്വതം, ഇതൊക്കെ കണ്ണൻ കളിച്ചു നടന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം മറന്നോ കണ്ണൻ ഇപ്പം അച്ഛനമ്മമാരെ കിട്ടിയപ്പോഴേക്കും? അതുകൊണ്ട് കൃഷ്ണൻ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ അറിയില്ല. അഭിസ്മരിക്കുന്ന കൃഷ്ണോ മാതരം സുഹൃത സഖീൻ. പക്ഷെ ഒന്നുണ്ട്, എന്താണ്? അഭി ആയാസ്യതി. കണ്ണൻ പോയപ്പോ പറഞ്ഞു, ഞാൻ വരും, പേടിക്കണ്ട എന്ന് ആ ഗോപികമാർക്ക് ഒരു ദൂതൻ മുഖേന കൊടുത്തതായിട്ടുള്ള ഒരു വാക്കിന്റെ പുറത്താണ് ഞങ്ങളെല്ലാവരും ആ കണ്ണനെ ഇതാ കാണാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത്. വന്നാലോ? വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വേണ്ട. പിന്നെന്താണ്? അവിടുത്തെ ആ നീണ്ട നാസികയും അല്ലെ ആ തുമന്തഹാസവും അതുപോലെയോ ആ എന്താണ് പ്രേമം കലർന്നതായിട്ടുള്ള ആ മന്ദസ്മിതത്തോടു കൂടിയിട്ടുള്ള ആ ഒരു തിരുമുഖ കമലം, സുനസം സുസ്മിതേ ക്ഷണം, അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണന്റെ ആ മുഖം ഒന്ന് കണ്ടാൽ ഞങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദം. ആ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇന്ന് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് കണ്ണനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തരണം. അതന്നെയല്ല, അറിയാം കണ്ണൻ ആരാണ് ശരിക്കും. കണ്ണൻ സാധാരണ ഒരു മനുഷ്യ കുട്ടിയൊന്നുമല്ല, ഈശ്വരന്മാരാണ് രാമകൃഷ്ണന്മാര് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും അല്ലെ പലതരത്തിലുള്ള ലീലകൾ ഇവിടെ എഴുതി. ദാവാഗ്നേർവാതവർഷാശ്ച വൃഷസർപ്പാശ്ച രക്ഷിതാഹ ദുരത്യയോഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മന. പലതരത്തിലുള്ള ലീലകൾ ഇവിടെ ആടി കൃഷ്ണൻ അല്ലെ. കാട്ടുതീയിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും പേമാരിയിൽ നിന്നും അല്ലെ കാളയുടെയും
അതുപോലെ തന്നെ പിന്നെ എന്താണ് ഘോരമായിട്ടുള്ള പാമ്പിന്റെയും ഒക്കെ രൂപങ്ങളിൽ പല അസുരന്മാരും ഇവിടെ ഈ കംസന്റെ ഇതിൽ വന്നുകൂടെ. അവരിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചവനാണ് കണ്ണൻ. അങ്ങനെ തടുക്കാൻ പ്രയാസമുള്ള ആ എന്താണ് മരണോന്മുഖമായിട്ടുള്ള ആപത്തുക്കളിൽ നിന്നുമൊക്കെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈശ്വരന്മാരാണെന്നൊക്കെ അറിയാം. എന്നാലും ആ കണ്ണന്റെ വീരകൃത്യങ്ങളും ലീലാവിലാസമാകുന്ന ആ പ്രേമത്തോടു കൂടിയിട്ടുള്ള ആ ഒരു കടക്കണ്ണോട്ടവും ആ ഒരു പുഞ്ചിയും ആ ഒരു നർമ്മസല്ലാപങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും ഇന്ന് ശിഥിലങ്ങളാകുന്നു. ശരിക്ക് ഒരു കർത്തവ്യ വിമുഖരായിട്ട് മാറി ഞങ്ങള്. അതുകൊണ്ട് ആ കണ്ണന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞതായിട്ടുള്ള ആ യമുനയുടെ അമ്മയുടെ മടിത്തടം, വൃന്ദാവന പ്രദേശങ്ങള്, കൃഷ്ണൻ കളിച്ച് നടന്നതായിട്ടുള്ള ആ ക്രീഡാ സങ്കേതങ്ങള്, ഇവയൊക്കെ കാണുമ്പം എന്തെന്നില്ലാത്തൊരു ദുഃഖം. ഒക്കെ കാണുമ്പം കണ്ണൻ ഇന്ന് വരും, ആ ആയാസ്യ വരുമെന്ന് പറഞ്ഞു പോയ കണ്ണൻ, ഞങ്ങള് ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ് അഥവാ. ഞങ്ങളത് ആ സമയത്ത് ഈ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പം ഞങ്ങൾ ആ കണ്ണനെ ആയിട്ട് അങ്ങ് ചേർന്ന് താതാത്മ്യം പ്രാപിക്കുകയാണ് അവിടെ. മന്യേ കൃഷ്ണം ജരാമം ച പ്രാപ്ത വിഹസുരോത്തമൗ സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യഥാ. പണ്ട് ഗർഗമഹർഷി പറഞ്ഞു കൊടുന്ന് രാമനും കൃഷ്ണനും അവര് ശ്രേഷ്ഠന്മാരാണ്, അവര് നിസ്സാരന്മാരല്ലാട്ടോ, അവര് ഈശ്വരന്മാരാണ്, അവരിവിടെ ശരിക്കും ദേവകാര്യത്തിന് വേണ്ടിയിട്ട് അവതരിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. അത് ഞങ്ങള് കണ്ടത് തെറ്റായി എന്നുള്ളത് ഇപ്പൊ തോന്നി. ഇപ്പം എല്ലാവരുടെയും ഈശ്വരനാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലും വന്നിരിക്കുന്നു, ഞങ്ങളോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അഥവാ കംസം നാഗായുധ പ്രാണം മല്ലോക ചപതിം തഥ അല്ലെ, അവിടെ എന്താണ് 1000 ആനകളുടെ ശക്തിയുള്ള ആ കുവലയാപീഠത്തിനെ കൊല്ലാനും വേണ്ട ആ നിഷ്പ്രയാസം കംസനെ നിഗ്രഹിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പശുക്കളെ എന്ന പോലെ നിഷ്പ്രയാസം അവിടുന്ന് ആ കുവലയാപീഠത്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ, കരിമ്പനകള് അല്ലെ ചേർന്നതായിട്ടുള്ള ആ ധനുസ്, 3 കരിമ്പനകൾ ചേർന്നതായിട്ടുള്ള ആ ഒരു ധനുസ് നിഷ്പ്രയാസം ഒടിക്കുവാൻ കഴിച്ചിട്ടുണ്ട് എങ്കിൽ, 7 ദിവസം ഒറ്റ കൈകൊണ്ട് ആ ചെറുവിരലിൽ തന്നെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്താൻ സാധിക്കുമെങ്കിൽ, ദേവന്മാരെ പരാജയപ്പെടുത്തിയവരായിട്ടുള്ള ആ പ്രലംബൻ, അതുപോലെ തന്നെ ധേനുകൻ, അരിഷ്ടൻ, ഇങ്ങനെ അഥവാ ധാരാളം അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാര് നിസ്സാരിലല്ല എങ്കിലും ഞങ്ങളുടെ ഈ മായ കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. ഇതെല്ലാം പറഞ്ഞതോടുകൂടി ഉദ്ധവൻ ഈ നന്ദഗോപരുടെയും യശോദാമയുടെയും ഒക്കെ ഒരു മഹാത്മ്യം, ആ ഒരു ഭാഗ്യം എന്താണെന്നുള്ളത് ഇതാ അവിടുന്ന് ഇനി മറുപടിയായിട്ട് പറയാൻ പോകുന്നു. അത് നമുക്ക് നാളെ അത് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.